അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് അഞ്ചരുവിയിലോട്ടാണ്. അതായത് തമിഴിൽ പറയുമ്പം ഐന്തരുവി എന്നൊക്കെ പറയും. ഭയങ്കര ഭയങ്കര ബ്ലോക്ക്. എനിക്ക് തമിഴ്നാട് മൊത്തം ഇളവിയിട്ടുണ്ട്. കുറ്റാലത്ത് തമിഴ്നാട്ടിലെ ആൾക്കാർ ഫുള്ളും ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ, കോട്ട്, അത് ഇത് ചപ്പ് ചാറ്. പിന്നെ ഞാൻ കോട്ടങ്ങ് ഇട്ടേത് ദേഹത്തോട്ട്, കാരണം ചുമക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും തിരക്ക്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ അത് വന്ന വഴിയാണ് കേട്ടോ. ഇത് നമ്മൾ ഐന്തരുവി പോകുന്ന റൂട്ടാണിത്. ഒരുപാട് സംഭവങ്ങളുണ്ട്, നമുക്ക് കയറാൻ പറ്റില്ല. ഭയങ്കര തിരക്ക്. തമിഴ്നാട് എനിക്കറിയാൻ എന്തോ സംഭവമെന്ന്. ഭയങ്കര തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും കേട്ടോ. പക്ഷേ കുളിക്കാൻ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്കിവിടെ കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ വെള്ളം കൂടുതലായിരുന്നു. അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് കണ്ടിട്ട് പോകാനേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. സംഭവം നല്ല സംഭവം കൊള്ളാം, രസമുണ്ട് സംഭവം. നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കാരണം വെച്ചാൽ ഇതെല്ലാം അവിടെ കൊണ്ട് വെക്കും. അല്ലെങ്കിൽ അവിടെ കുളിക്കാതിരിക്കുന്ന വൃത്തി. അതിൽ നല്ല വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ കണ്ടില്ലേ. അത്രയ്ക്കും തിരക്കെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത തിരക്ക് കേട്ടോ. ഒന്നും പറയാൻ പറ്റാത്ത കണക്കുള്ള തിരക്ക്. ഇവിടെയും ചെക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പോലീസുകാരൊക്കെ നിൽപ്പുണ്ട് റോഡിലൊക്കെ. ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ. ഈ കുറ്റാലത്ത് വരുന്നതും പിന്നെ താണ്ട് ഇതൊക്കെ പോലെ പുതിയ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കെയാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ തന്നെ നമ്മളൊരു കുറ്റാലത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ ഏകദേശം ഒരു 7 അമ്പ് ചാടിയെന്ന് തോന്നുന്നു. ഇത് ഇവർ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവം എന്നറിയാൻ വയ്യ. തിരക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. തിരിച്ച് ഓവർ ഹമ്പായിപ്പോയി. നമ്മൾ ഇപ്പോൾ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറ്റാലത്ത് നിന്ന് പിന്നെ ഈ ഐന്തരുവിയിലേക്ക് നമുക്ക് ബസ്സുണ്ട് കേട്ടോ. ബസ് സർവീസുണ്ട്. അല്ലാതുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ, സീസൺ അല്ലാത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഈ ഐന്തരുവി പോകാൻ ബസ്സൊന്നും കിട്ടത്തില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറ്റാലത്ത് നിന്ന് ഓട്ടോ വിളിച്ച് നമുക്കിവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചെറിയ ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ബോട്ടും ഈ പെടച്ചൽ ബോട്ടും നമ്മളെ കാലുകൊണ്ടൊക്കെ തുഴയുന്ന ബോട്ടുകളും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ സംഭവമാണിത്. കൊള്ളാം സംഭവം. നമ്മളെ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ, ഊട്ടിയിൽ കൊടൈക്കനാലൊക്കെ പോകുമ്പോഴാണ് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറ്റാലത്തിൻ്റെ അപ്പുറത്തെ തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ബ്ലോക്ക്.
ഇവിടെ നമ്മൾ മറ്റേ കുറ്റാലത്ത് പോയതിനേക്കാളും തിരക്ക് കേട്ടോ. പോണോ? തിരിച്ച് പോയാലോ? ഈ തിരക്കിൽ പോയിട്ട് എന്തോ ചെയ്യാനാ? വണ്ടി വെക്കാൻ പോലും സ്ഥലം കാണത്തില്ല. അവിടെ ഒട്ടും സ്ഥലമില്ലാത്തൊരു ഏരിയയാണ്. ഭയങ്കര ബ്ലോക്കല്ലോ. ഇത് നമ്മളെ എന്താ പറയുന്ന വയനാട് ചുരമൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇതേ കണക്കുള്ള ബ്ലോക്കാണ്. ഇവിടെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും കാറിന് പൈസ കൊടുക്കണമെന്നോ എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നു. കാറിന് എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബൈക്കിന് ഫ്രീ ആണ്. ബൈക്ക് കയറി പോകാൻ പറഞ്ഞ്. ഭയങ്കര ബ്ലോക്ക്. ഒരു ബൈക്കിനകത്തിരിക്കുന്ന ആൾക്കാരെ നോക്കേ. ഇത് അവിടെ തന്നെക്കാളും ബ്ലോക്കും തിരക്കും വന്നു തോന്നുന്നു. ഇവിടെ അങ്ങനെ നമ്മൾ ഐന്തരിവ് എത്താറായിട്ടുണ്ട്. എത്തിയില്ലേ? നല്ല മഴക്കോള്, മഞ്ഞും കേട്ടോ. നല്ല മഞ്ഞ് തോന്നൊക്കെ. ഇവിടെ എന്തു ചക്കകളെ ബഹളമാണ്. നമ്മളവിടെ വെട്ടിക്കളയാണ് ചക്ക. ഇവിടെയൊക്കെ ഒരു ചക്കയുടെ ബഹളമാണ്. ഫുള്ള് ഓരോരുത്തരും ഓരോ ചക്ക വീതമാണ് കൊണ്ടുപോകുന്നത്. നമ്മളവിടെ നിന്ന് കൊണ്ടുവരും, ഇവർ പൈസ മേടിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ചക്കയൊക്കെ 10-300 രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. പറഞ്ഞ് ചുളയൊക്കെയാണ് എണ്ണി അവർ വിൽക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ഐന്തരുവി എത്തിയിട്ടുണ്ട്. എന്തോ അവിടുത്തെ അവസ്ഥയെന്നറിയാൻ വയ്യ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത്രയ്ക്കും തിരക്കാണ് കേട്ടോ. ഇവിടെ നമ്മളെ കുറ്റാലത്തിനേക്കാളും നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളെ കുളിക്കാനും താമസിക്കത്തില്ല, കാണാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകാനേ പറ്റത്തുള്ളൂ. നല്ല തിരക്കാണ് ഇവിടെ. കുറ്റാലത്തിനേക്കാളും നല്ല തിരക്കുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ നമുക്ക് ഇതേ കണക്ക് നിന്ന് കണ്ടിട്ട് പോകാനൊക്കെ പറ്റത്തുള്ളൂ, അല്ലാതെ കുളിക്കാനൊന്നും പറ്റത്തില്ല. നല്ല വെള്ളം ഉണ്ട്, ഒരുപാട് വെള്ളമുണ്ട്. സീസൺ സമയത്ത് നമുക്ക് കുറ്റാലത്ത് നിന്ന് നേരെ ഐന്തരുവി വാട്ടർഫാൾസിലോട്ട് വരാൻ ബസ്സുണ്ട് കേട്ടോ. അപ്പം ബസ്സിനകത്ത് നമുക്കിവിടെ വരാൻ പറ്റും. അല്ലാത്ത സീസൺ അല്ലാത്ത സമയത്ത് നമുക്കിവിടെ ബസ് സർവീസ് ഇല്ല. ഓട്ടോയിലോ ബൈക്കിലോ ഒക്കെ വരാനേ പറ്റത്തുള്ളൂ. ഇപ്പം സീസൺ ആയതുകൊണ്ടാണ് ബസ് സർവീസ് ഉള്ളത്. ഇപ്പോൾ നമുക്കിവിടെ അങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല. നമ്മളെന്തായാലും തിരിച്ച് പോകാൻ പോവുകയാണ്. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. നമ്മളങ്ങനെ ഓൾഡ് കുറ്റാലത്ത് വന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നേരെ അവിടെ നിന്ന് വിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ്. നമ്മുടെ പുളിയറയൊക്കെ എത്താറായിട്ടുണ്ട്. പുളിയറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് നല്ല നല്ല വൈബാണ്. നല്ല നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നെൽപ്പാടങ്ങളാണ് കേട്ടോ. അങ്ങ് ദൂരെ നമ്മുടെ പച്ചമാട്ട മലനിരകളും. അടിപൊളി കാഴ്ചയല്ലേ? മിക്കവാറും നമ്മൾ ബസ്സിലൊക്കെ കൊല്ലത്ത് നിന്ന് വരികയാണെങ്കിൽ ഇതാ ഇവിടെ നിർത്തും കേട്ടോ. KSRTC ബസ്
ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. നോട്ടം പാട്ടമൊന്നുമില്ല. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം, ആ കട കാണിച്ചു തരാം. അതാണ്ട് ഇവിടെ കൊല്ലത്ത് നിന്ന് ബസ്സാണ് കേട്ടോ. കൊല്ലത്ത് നിന്ന് വന്ന KSRTC ബസ്സാണ്. തെങ്കാശിക്ക് പോണ വണ്ടിയാണ്. അപ്പോൾ അവിടെ വന്ന് കാപ്പി കുടിച്ചിട്ടൊക്കെയാണ് പോണത് അവർ.